എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആയില്ലേ? നീ കൊറേ സമയല്ല പേടി പോയിട്ട് അവിടെ തുറന്നിട്ട് ഞാൻ പോയ പിന്നെ തുറന്നു. നല്ല കപ്പയും കൊത്തിട്ടാന്ന്. കപ്പ ഇത് ഇന്നലെ വന്ന കപ്പയാണ്, കുറച്ച് കേടുണ്ടായി. നല്ലതെല്ലാം നോക്കി കൊത്തിക്കുന്നതാണ്. അതെയാ? ഇന്നലെ ചെറിയ കേട് കാണുന്നുണ്ടല്ലോ. കപ്പ വന്നാട് തീർന്നില്ല. പണി പാളുവാ. കപ്പ തിന്ന് ആഗ്രഹിച്ച് കപ്പ വാങ്ങാൻ പോയതാണ്. വന്നാട് തീർന്നിനാ. വന്നാട് തീർന്നിനും പോലും കൊഴപ്പില്ല. ഹലോ, നമസ്കാരേ. അപ്പൊ ലത പീടിപ്പറ്റി കപ്പ വാങ്ങി വന്നിനെ. അപ്പൊ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ കുറച്ച് മത്തിയും കൊണ്ടുവന്നിന്. അപ്പൊ ഇന്ന് കപ്പയും മത്തിയും കൂടി വെക്കാം അല്ലേ? കപ്പയും മത്തിയും കൂടി വെക്കാം. ഞാനും അച്ഛനും ഇപ്പൊ അടക്ക വർക്കിട്ട് അച്ഛൻ അങ്ങോട്ട് പോയി. അച്ഛൻ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പൊ അമ്മ ഇങ്ങോട്ട് വന്നിട്ടാ അല്ലേ? അമ്മ വന്നിട്ടാ കുറച്ച് കഴിഞ്ഞ് വരുമായിരിക്കും. അമ്മ രാവിലെ കുറച്ച് ഒരു എണീക്കാലിന് കുറച്ച് അല്ലേ? അവിടെ കുറച്ച് കഴിഞ്ഞാൽ വരും. നമുക്ക് വേഗം പരിപാടി നോക്കാം. ഓക്കെ, വാ. തോലുകളെയും കിട്ടുന്നില്ല കപ്പ. തോലുകളെയും കിട്ടുന്നില്ല. കപ്പ വെള്ളാറിട്ടാന്ന് തോന്നുന്നു. കപ്പ വെള്ളാറിപ്പോയാ? ഒരാഴ്ചയായിട്ട് ആയാ കൊണ്ടുവന്നിട്ട്? ഒരാഴ്ച ഒന്നും ആയിട്ട് ഇന്നലെ വന്നത്. എനക്കൊന്നും എന്നെ പറ്റിച്ചതാ തോന്നുന്നു. പറ്റിച്ചാ? പെട്ടെന്ന് കളയാൻ കിട്ടില്ല. ഞാൻ കളയാൻ കൊണ്ടണ അമ്മ വന്ന് ഞാൻ പെട്ടെന്ന് കളയാൻ കിട്ടട്ടെ അല്ലേ? ഇടക്കിടക്ക് കപ്പയുടെ തോലെല്ലാം കളയണം. ഉണ്ടാ? എന്ത് കപ്പ? സാധാ കപ്പന്നെല്ലാം കണ്ടാല് ഞാൻ കളയാൻ കൂടെ എന്നാ കുറച്ച്. എന്നാ ഞാൻ കുറച്ച് കളയാൻ കൂടെ. തോല് കളയാന്ന് കിട്ടുന്നുണ്ട് കേട്ടാ. നമുക്ക് നേക്കിലായിട്ടാണ്. അപ്പൊ കപ്പ തോലെല്ലാം കളഞ്ഞിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ടേ. കൊത്തിയിടാ. അമ്മ എത്തിയിട്ടുണ്ട്. അതൊക്കെ സന്തോഷമായി. അമ്മ വന്നുണ്ട്. അമ്മ ഉണ്ടായില്ലേ അതൊക്കെ ഒരു ഉഷാറാവൂല അല്ലേ? ഇപ്പൊ ആരും നമ്മളിങ്ങോട്ട് കപ്പയും നടന്നില്ല അല്ലേ അമ്മ? പന്നി വെച്ചിരുന്നില്ലല്ലോ അല്ലേ? ആ ഉപ്പേരിക്കപ്പ പറഞ്ഞ ഇതന്നെ. ഈ കപ്പ ചെറുങ്ങനെ ഇതാക്കിട്ടേ ചെറുങ്ങനെ മുറിച്ചിട്ടേ എന്നിട്ട് അത് ഉണക്കി വെക്കും. നല്ല ടേസ്റ്റാണ്. അന്നേരം അത്ര കപ്പയണോന്ന് അളയമേലുണ്ടാവുന്ന സമയത്തല്ല അമ്മ? അതാ അതെല്ലാം ഒരു കാലം. രാവിലെ പോകാൻ എന്നിട്ട് ആ വെന്തതെടുത്ത് തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ? അന്ന് എടുക്കുന്നത് ഉപ്പൊന്നും ഇടയില്ലല്ലോ. തിളക്കുമ്പോ പോരും. ഒരു കോരി കൂട്ടിയിലിട്ടിട്ട് കുറച്ച് തണി മോടിച്ചിട്ട് നല്ല വെയിലിനല്ലേ? പണി തന്നെ നേരം അല്ലേ? ഇപ്പോഴത്തെ ഒരു പണിയില്ലല്ലേ അല്ലേ? ഇപ്പോഴത്തെ ഒരു പണിയില്ല. ഇപ്പോഴത്തെ പണിയില്ലാന്നല്ലേ. ഇപ്പൊ നട്ട് കഴിഞ്ഞാല് പന്നി വെച്ചിക്കുന്നില്ലല്ലോ. അതല്ല ഏറ്റവും വലിയ പ്രശ്നം. നട്ടാലുണ്ടാവൂലേ? നടാൻ നമുക്കല്ല ഇപ്പൊ സ്ഥലമില്ലേ. ഇപ്പൊ ഈ മേലെല്ലാം നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവൂലേ? ചേമ്പ് വരെ വെച്ചിക്കുന്നില്ലല്ലോ. വാഴ വെച്ചേക്കുന്നുണ്ടാ പന്നി അല്ലമ്മേ?
തോണ്ടി പറങ്കിയാവല്ലേ നമ്മളെ മുണ്ടച്ചക്ക ഇല്ല നമ്മളെ കൈതച്ചക്ക ഈ ആടെ വെച്ച് കറിണ്ടാവോ? എവിടെ വെച്ചേ ആടെ അത് മുളക് 3 ഉണ്ട് അവിടെ. ആ മുണ്ടച്ചക്കരി തയ്യെല്ലാം കളഞ്ഞിനി എല്ലാം കുത്തി മാന്തി എല്ലാം ഒറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞ മുകളിൽ വെക്കണ്ട താഴെ എവിടെയാ നട്ടിട്ട് ഒന്നും നട്ടിട്ട് ഒന്നും ഉണ്ടാക്കാനാവില്ല. അപ്പൊ ഇത് കഷ്ണാക്കി ഇട്ടിട്ടുണ്ടേ. മതി. നല്ല ഒപ്പരം കഴിക്കാം അല്ലേ? ചെറിയ ഉള്ളി ചതച്ചെടുക്കേ. കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതക്കല്ലേ ചെറിയ കഷ്ണം ഇഞ്ചി. അമ്മ ഇത് ചതച്ചായാ? ആ എന്നാ നീ മീൻ മുറിച്ചിട്ടെ. അമ്മ ഉപ്പിട്ടമ്മേ. അമ്മേ ഉപ്പിട്ടേ. ഇതിന്റെ മത്തി മുറിച്ചത് കപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് അല്ലേ അമ്മ? മഞ്ഞപ്പൊടിയാ? മഞ്ഞപ്പൊടി. കുറച്ച് മഞ്ഞപ്പൊടിയാ? കുറച്ച് മഞ്ഞപ്പൊടി. കിട്ടുന്നില്ല അമ്മ. ഉണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മതിയാ? വെള്ളം ഊറ്റണ്ടല്ലേ. എന്നാച്ചാ പറയുന്നു? മത്തിയും കപ്പിയും കൂടിയിട്ട് അച്ഛാ അമ്മേരെ സ്പെഷ്യൽ മത്തിയും കപ്പിയും. കപ്പിയും മത്തിയുണ്ട് കപ്പിയും. വേഗം ആക്കട്ടെ. കത്തുന്നില്ലേ? നല്ല പുകയുണ്ടല്ലോ. തളിച്ചില്ലേ? വെള്ളം ഊറ്റിയ നമ്മളെ വെള്ളം ഊറ്റ നോക്കട്ടെ. തളിച്ചു വാ. തളിച്ചു. നമ്മളെ കപ്പ തളിച്ചിട്ടുണ്ടേ. പിന്നെ വെള്ളം ഊറ്റി കളയുന്നുണ്ട്. എന്താ പൊള്ളുന്നുണ്ടാ? നല്ല തണുപ്പാ. കോമട്ടിയല്ലേ. ഈ വെള്ളം കളയണം അല്ലേ? ഈ വെള്ളം കഴിയിട്ടെങ്കില് കാക്കാണ് വരുന്നു. കാലം ദൂരം വെച്ചോ. കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചതാണ് ആക്കിയത്. ഇനി എന്നാന്ന് മസാല പൊടിയാ? പൊടി പിന്നെ ഇത് നമ്മളെ കാശ്മീരി ചേർക്കാം. നല്ല കളർ. 2 സ്പൂണാ കാശ്മീരി മുളക് പൊടിയാ? മല്ലിപ്പൊടി 1 സ്പൂണ് മതിയല്ലേ? 1 സ്പൂൺ മല്ലിപ്പൊടി. കുറച്ച് മഞ്ഞപ്പൊടിയാ? ഏത് മഞ്ഞപ്പൊടി? മല്ലിപ്പൊടി പറഞ്ഞിപ്പൊടിയും ഫ്രണ്ട് അല്ലേ? ഫ്രണ്ട് അങ്ങനെ കിട്ടണം എന്തായാലും. മുളക് പൊടിയേ? കുരുമുളക് പൊടിയാ? ദേശം കുരുമുളക് പൊടി.
ഉപ്പ് വെച്ചിട്ടുണ്ടാവില്ലേ കപ്പയിലിട്ടോണ്ട്? ഒരു കഷ്ണം ഇട്ടാ. നമുക്ക് ഒരു കഷ്ണം ഉപ്പ് പറ്റിയത് നോക്കാൻ തോന്നിട്ടുണ്ടേ. ലേശം ഉപ്പിട്ടോ. ആ വെച്ച് ചെറിയുള്ളിയെ ചതച്ച ചെറിയ ഉള്ളി, വെളുത്തുള്ളി ചതച്ചത്, ചതച്ചത്, ഇഞ്ചിയെ, ഇഞ്ചി, പച്ചമുളക് കീറിയത്, പച്ചമുളക്, കറിവേപ്പില, കറിവേപ്പില. ഉപ്പ് ലേശം ഇടും. ഞാൻ ഇട്ടപ്പാടാവേ നോക്കിയിട്ടാ മതിയേ. അല്ല അത് ഇട്ടാലും സാധാരണ കൂടുതലാവലി. എനക്ക് ഉപ്പ് വേണം. ഇവർക്ക് നല്ലോണം ഉപ്പല്ല, ഇപ്പൊ ഓക്ക് ഉപ്പ് കുളിക്കണം. എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കപ്പ വേവണത്ര വേവിട്ടല്ലേ? അരവേവിലാണ് ഇതെല്ലാം ഇടണ്ടല്ലേ അമ്മേ? അരവേവില് അതെ, അരവേവില നമ്മ ഇതെല്ലാം ഇട്ടതാ. ഇനിയും വേവാനുണ്ട്. ഈ കപ്പ നല്ലോണം വേവാണ്ടത്ര. പുളി കുറച്ച് പുളി വെള്ളേ, ഒരു നെല്ലിക്ക വലുപ്പത്തില്. വെന്തു അല്ലേ? ഏകദേശം വന്നിട്ടുണ്ട്. ഇനി മത്തിയ നമ്മള് മത്തി ഇട്ട് കൊടുക്കേ. ക്ലീൻ ചെയ്ത് വെച്ച മത്തിയെ അടുപ്പിച്ച് വെച്ച. അടച്ചു കൊടുക്കല്ലേ? അടച്ചു വെച്ച വേവട്ടെ. എന്നിട്ടുണ്ടോ? മത്തി വെന്തോ നോക്കട്ടെ. അത്രയിലും വേവില്ല. വന്നിട്ടുണ്ടാവൂല്ലേ? നോക്കറാ. വെന്ത് വാ. ഇത് കൈ കൊണ്ട് കുടഞ്ഞാലേ കിട്ടുള്ളൂ. കൈ ഉപയോഗിക്കും. കയ്യന്നെ കാലുണ്ട കൂടെ ഉണ്ട്. കയ്യിലോട്ട് നമ്മക്ക് തിന്നാൻ വേണ്ടിട്ടല്ലേ. കൈ കൊണ്ടാക്കണ്ട, പിന്നെ കൈ കൊണ്ട് അല്ലാണ്ട് ആക്കാൻ കഴിയ. എന്നാ പറയുന്നില്ല. അതെ, അപ്പൊ നമ്മുടെ മത്തിയെല്ലാം കുടഞ്ഞിട്ടിട്ടുണ്ടേ. ഇളക്കാലേ. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മത്തിയും കപ്പിയും ഉടച്ചു. മത്തിയുടെ മുള്ള് എന്താണ് ലാസ്റ്റ് വേറൊരു കയ്യിലെടുത്ത്. അപ്പൊ നമ്മുടെ കപ്പിയും മത്തിയും റെഡി ആയിട്ടുണ്ടേ. അയില്ലേ? പിന്നെ ഇറക്കി വെച്ചോ. നമുക്ക് ഇറക്കി വെക്കാം. ഇതാ ടേസ്റ്റ് ചെയ്ത് നോക്കേ. രസമുണ്ടമ്മേ? രസമുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. മത്തി അല്ലേ മേ? മസാല എല്ലാം സൂപ്പർ. ചൂടുണ്ട്.
അച്ഛൻ ചോറിനായ അമ്മ അമ്മ സമയത്തിലായി 1:45 ഓ ചോറിനിട്ടോ അല്ല ചായ കൂട്ടി കൂട്ടുന്നാല് നമ്മളെ ശരി താട്ടോട്ടാ